ഏലത്തിന്റെ ഇടവിളയായി ബീൻസ് കൃഷി ചെയ്ത് വിജയം വരിച്ച് ഒരു കർഷകൻ. ഉപ്പുതറ വന്മാവ് പാറയിൽ ഷാജി തോമസാണ് ഈ മാതൃകാ കർഷകൻ. വേനലിൽ കരിഞ്ഞുണങ്ങിയ ഏലത്തിന് പകരം പുതുകൃഷി ചെയ്തപ്പോഴാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ബീൻസ് കൃഷി ഇറക്കിയത്. ഇത് വലിയ വിജയമായിരിക്കുകയാണ്. വേറിട്ട കൃഷിരീതി അവലംബിക്കുന്ന കർഷകനാണ് പാറയിൽ ഷാജി തോമസ്. കഴിഞ്ഞ വേനലിൽ ഷാജിയുടെ വീടിന് മുൻവശത്തുണ്ടായിരുന്ന ഏലമെല്ലാം കരിഞ്ഞുണങ്ങി നശിച്ചിരുന്നു. പുതിയതായി ഏലം കൃഷി ചെയ്തപ്പോൾ ഇടവിളയായി എന്തെങ്കിലും കൃഷി ചെയ്യണമെന്ന ആശയം ഷാജിക്കുണ്ടായി. വള്ളി ബീൻസ് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതാവുമ്പോൾ ബീൻസ് പൊങ്ങിക്കഴിയുമ്പോൾ ഏലത്തിന് തണലിൽ ലഭിക്കും. വിളവുണ്ടായാൽ വളം മേടിക്കാനുള്ള പണം ലഭിക്കുമെന്ന ചിന്തയാണ് ബീൻസ് കൃഷി തിരഞ്ഞെടുക്കാൻ കാരണം. ബീൻസ് വളരുകയും മികച്ച രീതിയിൽ വിളവ് ലഭിക്കുകയും ചെയ്തു. വിളവ് ഉദ്ദേശിച്ചതിനപ്പുറം ലഭിച്ചതോടെ ഷാജി സന്തോഷത്തിലുമാണ്. ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. അതിനാൽ ആവശ്യക്കാരും ധാരാളമായി എത്തുന്നു. മിച്ചം വരുന്ന ബീൻസ് വ്യാപാരശാലയിൽ വിൽക്കുകയും ചെയ്യും. സമീപത്തെ വീടുകളിലുമെല്ലാം ഷാജി ബീൻസ് വിൽപ്പന നടത്തുന്നു. വർഷം ഏലമെല്ലാം ഉണങ്ങിപ്പോയി. ഏലത്തൈ പുതിയതായിട്ട് റീപ്ലാൻ ചെയ്ത് കൂടെ പയർ കൃഷി വെച്ചു. ഏലത്തിന് തണലുമാവും, അത്യാവശ്യം നല്ല വരുമാനവും കിട്ടുന്നുണ്ട്. കിലോയ്ക്ക് 60 രൂപ വെച്ചു. ഒന്നിരാടം ദിവസം 5 കിലോയിലധികം ബീൻസ് വിൽക്കാൻ ഷാജിക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമായതിനാൽ മികച്ച വിളവാണ് ലഭിച്ചത്. 1 കിലോ ബീൻസിന് 60 രൂപ ലഭിക്കുന്നുണ്ട്. അതിനാൽ വളം മേടിക്കാൻ മാത്രമല്ല പണിക്കൂലിയും ഇതിലൂടെ ഉണ്ടായി. ഇനി തുടർച്ചയായി ബീൻസ് കൃഷി ഇടവിളയായി നടത്താനാണ് ഷാജിയുടെ തീരുമാനം. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.